ഹലോ വെൽക്കം ബാക്ക് ടു Mypo's വേൾഡ്. നമ്മളിന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തേങ്ങേനെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ വലിയ തേങ്ങയാണെങ്കിൽ അത് ഒരു പകുതി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ചെറിയ തേങ്ങ എടുത്ത കാരണം കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ പീസസ് എടുക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ നല്ല ഡാർക്കായിട്ടൊരു ഷെയ്ഡ് കാണാനായിട്ട് പറ്റും. നമ്മൾ കടയിൽ നിന്നൊന്നും ഡെസിക്കേറ്റഡ് കോക്കനട്ട് മേടിക്കുമ്പോൾ അത് ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മളത് മിക്സിയിലിട്ട് അടിക്കുന്നതിന് മുമ്പായിട്ട് അത് മാറ്റി എടുക്കണം. ഒരു കത്തി വെച്ചിട്ട് അതിൻ്റെ പുറം ഭാഗം നന്നായിട്ട് കളഞ്ഞെടുക്കുക. കുറച്ച് ഹാർഡാണ്, കുഴപ്പമില്ല, നമുക്കിത് മുഴുവനായിട്ട് കളഞ്ഞെടുക്കണം. ഒന്ന് ഞാനിപ്പോൾ നന്നായിട്ട് അതേപോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാതും ചെയ്തെടുക്കാം. പിന്നെ ഞാനൊന്ന് കഴുകിയിട്ട് കൂടി വന്നിട്ടുണ്ട്, കാരണം അതിൽ ചെറിയ ചെറിയ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കഴുകിക്കഴിഞ്ഞാൽ നന്നായിട്ട് മുഴുവനായിട്ട് വെള്ളം കളയാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് പേസ്റ്റ് പോലെ ആവും നമുക്ക് അടിച്ചെടുക്കുമ്പോൾ. നമുക്കത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. എന്നിട്ട് ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ഒരു ബാക്കിൽ ആ ഒരു കളറൊക്കെ കളഞ്ഞെടുത്തുള്ള ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതേപ്പോൾ നന്നായിട്ട് എനിക്ക് എത്രത്തോളം അടിക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് ഹൈ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് ഒരുപാട് നേരം അടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതേ തേങ്ങയിൽ ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഉണ്ട്. നമുക്കതെല്ലാം ഒരു പാനിലിട്ടിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അതിനായിട്ട് ഇപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്തേ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കണം. പിന്നെ നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണ്ട, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. നിങ്ങൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ അടി പിടിക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. പിന്നെ അടി പിടിച്ചാൽ പിന്നെ കേടുവന്നു പോകും. കാരണം നമ്മൾ പുറത്തുനിന്നെല്ലാം മേടിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവാറില്ല, നന്നായിട്ട് ഫൈനായിട്ട് വരും ചെയ്യും. അപ്പോൾ നമ്മൾ നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് അടി പിടിക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. നമ്മളിതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയെടുക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നിങ്ങൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് റോസ്റ്റ് ചെയ്യരുത്, കാരണം ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഇത് പെട്ടെന്ന് കരിയും. ചെറിയ നന്നായിട്ട് തരിയില്ലാണ്ട് നന്നായിട്ട് അടിച്ചെടുത്തത് കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഇട്ടതിനേക്കാട്ടിലും, അതായത് നമ്മൾ ഇടുന്ന ടൈമിനേക്കാട്ടിലും കുറച്ചൊക്കെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ട് വരുന്നുണ്ട്. ഇളക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവാനായിട്ട് പറ്റും. ഇതിപ്പോൾ നന്നായിട്ട് അതിൻ്റെ വെള്ളം എല്ലാതും വറ്റിയിട്ട് നന്നായിട്ടൊരു പൗഡർ പോലെ ആവുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് നേരം കൂടി അതിനെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഇത് ശരിക്കും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ നന്നായിട്ട് ഫൈനായിട്ടുള്ള പൗഡറായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും നന്നായിട്ട് നല്ല ഫൈനായിട്ടുള്ള പൗഡർ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയാകും. നിങ്ങളെല്ലാവരും ഇത് പുറത്തുനിന്ന് മേടിക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, ഓൾസോ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മറക്കാതെ നോട്ടിഫിക്കേഷൻ കിട്ടും. ബൈ ബൈ.